എല്ലാവർക്കും മുത്തശ്ശി കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പുതിയൊരു കഥ കേൾക്കാം, ഭർതൃഹരിയെ പറ്റി. ഭർതൃഹരി ഉജ്ജയിനി ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു. അദ്ദേഹമാണ് ശതകത്രയം എന്ന് പറഞ്ഞിട്ട് ഒരു കൃതിയുണ്ട് അദ്ദേഹത്തിൻ്റെ. പിന്നെ വേറെ ചിലതൊക്കെ ഉണ്ട്, അതെനിക്ക് ഓർമ്മ വരണില്ല ഇപ്പോൾ. ശതകത്രയം എന്ന് പറഞ്ഞാൽ 100 ശ്ലോകങ്ങൾ വീതമുള്ള 3 കാര്യങ്ങൾ. അതാണ് ശതകത്രയം, നീതിന്യായങ്ങളെ പറ്റിയുള്ളത്. അദ്ദേഹത്തെ പറ്റി പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛനെ പറ്റി ഞാൻ ഓർമ്മയെന്ന് പറയുകയാണ്, ഞാൻ വായിച്ചത് ഓർമ്മയെന്ന് എടുത്ത് പറയുകയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഗോവിന്ദസ്വാമി എന്നായിരുന്നു എന്നാണ് പറയുന്നത്. അതീവ ബുദ്ധിമാനും, ലോകത്ത് എന്തൊക്കെ ഗ്രന്ഥങ്ങളുണ്ടോ അത് മുഴുവനും പഠിച്ച് അരച്ച് കലക്കി കുടിച്ചു എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ അത്രയും ബുദ്ധിമാനായിട്ട് അത്രയും പഠിച്ചിട്ടുള്ള ഒരു ആളായിരുന്നു ഗോവിന്ദസ്വാമി. എന്നിട്ടും അദ്ദേഹത്തിന് വീണ്ടും 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 പഠിക്കണം, ഇത്രയും പഠിച്ചാൽ പോരാ, ഇനിയും എനിക്ക് ഒരുപാട് അറിവ് നേടാനുണ്ട് എന്നുള്ള ഒരു വിചാരമായിരുന്നു എപ്പോഴും. അങ്ങനെ അദ്ദേഹം ഈ അറിയുന്ന ഗുരുക്കന്മാരുടെ എല്ലാം, കേൾക്കണ ഗുരുക്കന്മാരുടെ എല്ലാം അടുത്ത് പോയി എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അറിവുള്ളതൊക്കെ അവർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊക്കെ ഇദ്ദേഹത്തിനും അറിയാം. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇതൊക്കെ അറിയാമല്ലോ, ഇനി എന്ത് പഠിക്കാനാ എന്ന് ചോദിക്കും. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോരും. അങ്ങനെ അദ്ദേഹം വേറെ അവനവന് അറിയാത്ത കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി, നാട് നീളെ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഒരു കാട്ടുപ്രദേശത്ത് കൂടി നടക്കേണ്ടി വന്നു. അങ്ങനെ കാട്ടുകൂടി നടക്കുമ്പോൾ ഒരു അരയാലിന്മേൽ ഒരു ബ്രഹ്മരാക്ഷസനെ കണ്ടു എന്നാണ് പറയണത്. ബ്രഹ്മരാക്ഷസൻ എന്ന് പറയും, ബ്രഹ്മരക്ഷസാണോ ബ്രഹ്മരാക്ഷസനാണോ എന്ന് എനിക്കറിയില്ല. ബ്രഹ്മരക്ഷസും ബ്രഹ്മരാക്ഷസനും ഒന്നാണോ എന്നും അറിയില്ല. ഞാൻ ഗൂഗിളിൽ നോക്കുമ്പോൾ ബ്രഹ്മരാക്ഷസനും ബ്രഹ്മരക്ഷസും ഒക്കെ ഒന്നാണെന്നാണ് അതിൽ കാണുന്നത്. അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ബ്രഹ്മരക്ഷസാണെങ്കിൽ നമുക്ക് മനുഷ്യർക്ക് നേരിട്ട് കാണാൻ പറ്റുമോ എന്നെനിക്കൊരു സംശയം. അപ്പോൾ എന്താ നിൽക്കട്ടെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ അരയാലിൻ്റെ മുകളിൽ ഈ ബ്രഹ്മരാക്ഷസനെ കണ്ടു. അപ്പോൾ ഈ ബ്രഹ്മരാക്ഷസൻ ആരായിരുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹം ഇതുപോലെ അതീവ പാണ്ഡിത്യമുള്ള നീതിശാസ്ത്രവും എന്തൊക്കെ ശാസ്ത്രങ്ങളുണ്ടോ അതെല്ലാം പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ എന്തു പറ്റി, അദ്ദേഹത്തിൻ്റെ അറിവുകൾ അദ്ദേഹം വേറെ ആർക്കും പകർന്നു കൊടുത്തില്ല, ഒരാൾക്ക് ഒന്നും പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെ വേറൊരു ബ്രാഹ്മണൻ ഇദ്ദേഹത്തെ ശപിച്ചു അത്രേ. ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കാതെ പാണ്ഡിത്യം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ അറിവുകളൊക്കെ വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുത്താലല്ലേ ആ അറിവുകൾ കൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ വേറൊരു പണ്ഡിതനായിട്ടുള്ളൊരു ബ്രാഹ്മണൻ ഈ ബ്രാഹ്മണനെ ശപിച്ചു അത്രേ, ബ്രഹ്മരാക്ഷസനായി പോട്ടെ എന്ന് ശപിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ശാപം കൊടുത്താൽ അപ്പോൾ മോക്ഷവും കൊടുക്കണം, ശാപമോക്ഷവും കൊടുക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ അറിവുകളൊക്കെ നീ എന്നാണോ ഒരാൾക്ക് പകർന്നു കൊടുക്കണത് അന്ന് നിനക്ക് ശാപമോക്ഷവും കിട്ടും എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ഈ ബ്രഹ്മരാക്ഷസൻ എന്ന ഒരാളെ കാണാൻ വേണ്ടി, അറിവിന് വേണ്ടി അറിയണം എന്ന് ആഗ്രഹമുള്ള ഒരാളെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് വേണമല്ലോ നല്ല ശാപമോക്ഷം കിട്ടുള്ളൂ. അങ്ങനെ നോക്കിയിരിക്കണ നേരത്താണ് ഈ നമ്മുടെ ഗോവിന്ദസ്വാമി കാട്ടിക്കൂടി അങ്ങനെ വന്നത്. അപ്പോൾ ഗോവിന്ദസ്വാമി ബ്രഹ്മരാക്ഷസനെ കാണുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ പരിചയപ്പെട്ടു. അപ്പോൾ ഗോവിന്ദസ്വാമി ഞാനിങ്ങനെ ഇനിയും പഠിക്കണം, ഇനിയും അറിവ് നേടണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കണ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞപ്പം ബ്രഹ്മരാക്ഷസൻ വിചാരിച്ചു, എന്നാൽ ഈ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാം എൻ്റെ അറിവുകളെല്ലാം എന്ന് വിചാരിച്ച് അവർ പഠിക്കാനും പഠിപ്പിക്കാനും തുടങ്ങി. ഈ ബ്രഹ്മരാക്ഷസൻ അരയാലിൻ്റെ മുകളിലിരുന്നിട്ട് പഠിക്കേണ്ടതൊക്കെ ഈ അരയാലിൻ്റെ ഇലയിൽ ഇങ്ങനെ എഴുതിയിട്ട്
താഴത്തേക്ക് ഇട്ട് കൊടുക്കും. അതൊക്കെ ഗോവിന്ദസ്വാമി എടുത്ത് പഠിച്ച് ഹൃദിസ്ഥാക്കും. അങ്ങനെ ബ്രഹ്മരാക്ഷസന് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവനും ഈ ഗോവിന്ദസ്വാമിയെ പഠിപ്പിച്ചു. അപ്പോൾ അതൊന്നും ഈ ഗോവിന്ദസ്വാമി പഠിച്ചിട്ടില്ലായിരുന്നു എന്നർത്ഥം. അപ്പോൾ എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഗോവിന്ദസ്വാമി പറഞ്ഞു, കഴിഞ്ഞു, ഇനി ഇത്രയൊക്കെ ഉള്ളൂ പഠിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗോവിന്ദസ്വാമിക്ക് ഇതെല്ലാം പകർന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ബ്രഹ്മരാക്ഷസൻ വീണ്ടും പഴയ ബ്രാഹ്മണനായി മാറി. അവർ രണ്ടുപേരും പിരിഞ്ഞു. ഗോവിന്ദസ്വാമി തിരിച്ചു പോന്നു. തിരിച്ച് വേറെ ഓരോ ദിക്കിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പുഴ കണ്ടു. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഞാൻ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവർ ഈ കാടുണ്ടായിരുന്നല്ലോ, ഈ ബ്രഹ്മരാക്ഷസനെ കാണുന്ന കാടുണ്ടല്ലോ, ആ കാട്ടിൽ ഫലമൂലാദികളും വെള്ളവും ഒന്നുമില്ലാത്ത ഒരു കാടായിരുന്നു. അവിടെ ഭക്ഷിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ബ്രഹ്മരാക്ഷസൻ എന്ത് ചെയ്തു? ഗോവിന്ദസ്വാമിക്ക് ഒരു ഔഷധം കൊടുത്തു അത്രേ. അത് കുടിച്ചു കഴിഞ്ഞാൽ ദാഹവും വിശപ്പോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എത്ര കാലം ഭക്ഷണം കഴിക്കാതെ ഇരുന്നു എന്ന് വെച്ചാൽ അത്രയും കാലം വെള്ളം കണ്ടാൽ വെള്ളത്തിലേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞു. വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര കാലം ഭക്ഷണം കഴിക്കാതെ ഇരുന്നു എന്ന് വെച്ചാൽ അത്രയും കാലത്തെ ക്ഷീണം മുഴുവനും ശരീരത്തിനെ ബാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഈ ഔഷധം കൊടുത്തിട്ടാണ് ഈ ഭക്ഷിക്കാനൊന്നും ഇല്ലാത്ത സ്ഥലത്താവുമ്പോൾ ഒരുപാട് കാലം പഠിക്കുകയും ഒക്കെ വേണ്ടി വരുമ്പോൾ ഇങ്ങനെ ഒരു ഔഷധം ബ്രഹ്മരാക്ഷസൻ കൊടുത്തു. ഇത് അദ്ദേഹം കഴിക്കുകയും ചെയ്തു. ആ ഔഷധം ശരീരത്തിൽ ധരിച്ചും കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞു കൊടുത്തതൊക്കെ പഠിച്ചത്. അത് കഴിഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ എന്തുണ്ടായി? ഒരു പുഴയുടെ തീരത്ത് കൂടി പോവേണ്ടി വന്നു. ഇദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങി. ആ പുഴയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പണ്ട് പറഞ്ഞതൊന്നും ഓർമ്മയുണ്ടായില്ല. ആ പുഴയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ഓർമ്മയില്ലാതെ. അപ്പോൾ എന്താണ്ടായി? ആകെ അങ്ങോട്ട് ക്ഷീണിച്ച് ആ വെള്ളത്തിൽ അങ്ങോട്ട് വീണു. അപ്പോൾ എന്താണ്, അവിടെ കുറച്ച് സ്ത്രീകൾ കുളിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരു പണ്ഡിതയായിട്ടുള്ള ഒരു സുന്ദരിയും പണ്ഡിതയും ഒക്കെ ആയിട്ടുള്ള സത്വഗുണശീലയും എല്ലാ ഗുണങ്ങളും തികഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയും അവളുടെ കുറേ കൂട്ടുകാരും. അത് പക്ഷേ ഒരു ശൂദ്ര സ്ത്രീ ആയിരുന്നു. എന്നാലും എല്ലാ അറിവുകളും ഉള്ള സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീക്ക് ഈ ആളിങ്ങനെ നടന്നു പോണത് കണ്ടപ്പോൾ തന്നെ ഒരാകർഷണീയത തോന്നി ആ ആളോട്. അപ്പോൾ ഇദ്ദേഹത്തെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കുറേ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ ചിലർക്കൊക്കെ ഒരു മനസ്സിലൊരു മോഹം തോന്നുമല്ലോ. ഇദ്ദേഹമാണെങ്കിൽ നല്ല സുന്ദരനാണ്, നല്ല ആകാര സൗഷ്ഠവമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇവൾക്ക് ഒരു അനുരാഗം തോന്നിത്തുടങ്ങി. അങ്ങനെ ഇവളെന്ത് ചെയ്തു? ഇദ്ദേഹം എങ്ങോട്ടാണ് പോണത് എന്നിങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിന്നു. കുളിക്കാൻ വന്ന കാര്യം പോലും മറന്നുപോയി എന്നാണ് പറയണത്. അങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം വെള്ളത്തിലിറങ്ങി അവിടെ വീണു. അതൊക്കെ ഇവള് കണ്ടു. അവളെന്താണെന്ന് വെച്ചാൽ സഖിമാരെയൊക്കെ കൂട്ടി വേഗം ഓടി വന്നിട്ട് ഇദ്ദേഹത്തെ പിടിച്ച് വെള്ളത്തിൽ നിന്ന് കയറ്റി. അതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ബ്രഹ്മരാക്ഷസൻ എഴുതി കൊടുത്ത ആ യാലിലകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെള്ളത്തിൽ പോയി. അതൊക്കെ എല്ലാം പെറുക്കിയെടുത്ത് ഇദ്ദേഹത്തെയും എല്ലാം കൂടി അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് പറ്റുന്ന പോലെ ഒരുപാട് വൈദ്യന്മാരെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ഏറ്റവും നല്ല വൈദ്യൻ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ കാണിച്ചപ്പോൾ അദ്ദേഹം ചികിത്സിച്ച് 3 ദിവസം കൊണ്ട് അദ്ദേഹം സുഖം പ്രാപിച്ചു, ബോധം വന്നു. അപ്പോൾ ചോദിച്ചു, നീ ആരാ എന്ന് ചോദിച്ചു. നീ ചെയ്ത ഈ ഒരു പുണ്യകർമ്മത്തിന് ഞാൻ എന്ത് സമ്മാനമാണ് നിനക്ക് തരേണ്ടത്? എന്താണ് ഞാൻ പ്രത്യുപകാരം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇതിന് ഇത്രയും നിസ്സാര കാര്യത്തിന് ഇപ്പോൾ പ്രത്യുപകാരം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ചെയ്തത്, അതിനങ്ങ് പ്രത്യുപകാരം ചെയ്യാം എന്ന് പറയണതൊന്നും വേണ്ട കാര്യമൊന്നുമില്ല, അത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെയും ഇദ്ദേഹം നിർബന്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾ പറഞ്ഞു,
അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലൊരു മോഹമുണ്ട്. എനിക്ക് ജീവിതകാലം മുഴുവനും അങ്ങയുടെ ഭാര്യയായിട്ടിരിക്കണം, അങ്ങയുടെ പാദശുശ്രൂഷ ചെയ്യാനുള്ള അനുമതി എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറ്റിയില്ലേ കാര്യം. ശൂദ്രസ്ത്രീയാണ്, ഇദ്ദേഹം ബ്രാഹ്മണനുമാണ്. അപ്പോൾ ബ്രാഹ്മണന് അന്നത്തെ കാലത്ത് അതിൽ പറയണു, ബ്രാഹ്മണന് ശൂദ്രസ്ത്രീയെ വിവാഹം കഴിക്കണം എന്നാണെങ്കിൽ ആദ്യം 4ാമതേ പാടുള്ളൂ, ആദ്യം പറ്റില്ല. ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല, ആദ്യം തന്നെ ഒരു ശൂദ്രസ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് പറയണത്. അപ്പോൾ ആദ്യം ഒരു ബ്രാഹ്മണ സ്ത്രീയെ, ഒരു അന്തർജനത്തിനെ വിവാഹം കഴിക്കണം, അത് കഴിഞ്ഞൊരു ക്ഷത്രിയ സ്ത്രീയെ വിവാഹം കഴിക്കണം, അത് കഴിഞ്ഞൊരു വൈശ്യ സ്ത്രീയെയും വിവാഹം കഴിച്ചാൽ 4ാമതേ ശൂദ്ര സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് അത്ര നിയമം അന്ന്. ഇന്നത്തെ കാലത്ത് ബ്രാഹ്മണന് ബ്രാഹ്മണ സ്ത്രീ തന്നെ പാടുള്ളൂ, അല്ലെങ്കിൽ പോയി കാര്യം അല്ലേ. അങ്ങനെയാണ് ഇന്നത്തെ നിയമം. അപ്പോൾ ഇപ്പോൾ നിയമമൊക്കെ മാറി വരുന്നുണ്ട്, പെൺകുട്ടികളെ കിട്ടാനില്ലാത്തതുകൊണ്ട്. അപ്പോൾ അമ്പലവാസിയായാലും മതി എന്നൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. എന്താ സംഗതി വശാൽ ഇങ്ങനെ ഓരോന്ന് ഓർമ്മ വരുമ്പോൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ശൂദ്രസ്ത്രീ ആയതുകൊണ്ട് ആദ്യം തന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അന്നത്തെ ഉജ്ജയിനിയിലെ രാജാവിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഈ രാജാവിന് ഒരു പുത്രിയേ ഉള്ളൂ, ആൺകുട്ടികളില്ല, ഒരു മകനേ ഉള്ളൂ, ഒരു മകളേ ഉള്ളൂ, ആൺമക്കളില്ല. അങ്ങനെ ഈ ഉജ്ജയിനിലെ രാജാവിനെ സന്ദർശിച്ചു ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും സൗന്ദര്യവും ഒരു വിനയവും എല്ലാം കണ്ടിട്ട് ആ രാജാവിന് വലിയ ഇഷ്ടമായി. സംസാരവും എല്ലാം കൊണ്ടും നല്ലൊരു ആളാണ്, എല്ലാം തികഞ്ഞ ഒരാളാണ് ഈ ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ മകളെ ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ എന്തായി, എല്ലാ സ്വത്തും ആ രാജ്യത്തിൻ്റെ ആൺമക്കളില്ലാത്ത ആ രാജാവിൻ്റെ മകളെ വിവാഹം കഴിച്ചപ്പോൾ രാജ്യത്തിൻ്റെ അവകാശിയായി മാറി ഇല്ലേ. അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ഇദ്ദേഹം ഞാൻ ഓർമ്മയെന്ന് പറയുമ്പോൾ എനിക്ക് തെറ്റിപ്പോകുന്നുണ്ട്. ആദ്യം ഒരു ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം കഴിച്ചു, അത് കഴിഞ്ഞ് രണ്ടാമതാണ് ഈ രാജാവിൻ്റെ അടുത്ത് പോയി അദ്ദേഹം ആ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ഒരു വൈശ്യ സ്ത്രീയെയും വിവാഹം കഴിച്ചു കൊടുത്തു. രാജാവിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ശൂദ്ര പെൺകുട്ടി എന്നെ കാമിച്ചിരിക്കുന്നുണ്ട്, അവളെ എനിക്ക് വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ക്ഷത്രിയ പെൺകുട്ടിയെയും കൊടുത്തു. അതുപോലെ ഒരു വൈശ്യ സ്ത്രീയെയും വീണ്ടും വിവാഹം കഴിച്ചു. അത് കഴിഞ്ഞ് ഈ ശൂദ്ര സ്ത്രീയെയും വിവാഹം കഴിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം വലിയൊരു 4 കെട്ട് പണിതൂത്രേ. എന്നിട്ട് ഈ 4 പേരോടും കൂടി സുഖമായിട്ട് അവിടെ എങ്ങനെ താമസിച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് 4 ആൺമക്കളുണ്ടായി. ആദ്യം ഈ ശൂദ്ര സ്ത്രീക്കാണ് ആ കുട്ടി ഉണ്ടായത്. ശൂദ്ര സ്ത്രീക്ക് ഉണ്ടായ കുട്ടിയാണ് ഈ ഭർതൃഹരി എന്ന് പറയുന്നത്. അതിൽ ബ്രാഹ്മണ സ്ത്രീക്കുണ്ടായ കുട്ടിയാണ് വരരുചി എന്ന് പറയുന്നത്. വരരുചിയുടെ കഥകളൊക്കെ നമുക്കറിയാം അല്ലേ. അതുപോലെ ക്ഷത്രിയ സ്ത്രീക്ക് ഉണ്ടായ പുത്രനാണ് വിക്രമാദിത്യൻ. അതുപോലെ വൈശ്യ സ്ത്രീയുടെ പുത്രന് ഭട്ടിയുടെ കാര്യവും വിക്രമാദിത്യൻ്റെ കാര്യവും അതുപോലെ വരരുചിയുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ ശൂദ്ര സ്ത്രീയുടെ പുത്രനാണ് ഭർതൃഹരി. ഇങ്ങനെ ആണ് 4 പുത്രന്മാർ. അതിലേറ്റവും മൂത്ത മകൻ ആണ് ഭർതൃഹരി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉജ്ജയിനിയിലെ രാജാവ് രാജ്യഭാരമൊക്കെ ഗോവിന്ദസ്വാമിയെ ഏൽപ്പിച്ചിട്ട് തപസ്സിന് പോയി ഇത്രേ. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ അധികാരമൊക്കെ ഈ ഗോവിന്ദസ്വാമിക്ക് വന്നു. അദ്ദേഹം നന്നായിട്ട് എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്ന ആളാണല്ലോ. അത്യധികം നന്നായി അദ്ദേഹം
ഈ പ്രജാപരിപാലനം ചെയ്തു വന്നിരുന്നു എന്നാണ് പറയണത്. അതിൻ്റെ ഇടയിൽ മറ്റേ ആദ്യം ഉണ്ടായിരുന്ന രാജാവ് ചരമഗതി പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഭർതൃഹരി ഈ ഉണ്ടായ 4 മക്കൾക്കും ഇദ്ദേഹം സ്വന്തം അറിവുകളൊക്കെ പകർന്നു കൊടുത്തു എന്നാണ് പറയുന്നത്. അതിൽ ഭർതൃഹരിയോടായിരുന്നു ഇദ്ദേഹത്തിന് കൂടുതൽ സ്നേഹം എന്നും പറയുന്നു. എല്ലാവർക്കും ഉള്ളതിനേക്കാളും കുറച്ചധികം ബുദ്ധിയും സൗന്ദര്യവും ഒക്കെ ഈ ഭർതൃഹരിക്ക് കൂടുതലുണ്ടായിരുന്നു എന്നാണ് പറയണത്. ഈ ഭർതൃഹരിക്ക് അതീവ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. ഉജ്ജയിനി മുഴുവനും പരന്നു ഭർതൃഹരിയുടെ പാണ്ഡിത്യത്തെ പറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ വേദത്തിൽ കുറേ ഭാഗം നശിച്ചു പോയി ഇത്രേ. അപ്പോൾ എല്ലാ മഹാന്മാരും അതിനെ ഒന്ന് മുഴുവനാക്കി കൊടുക്കണം എന്നൊക്കെ ഭർതൃഹരിയോട് ആവശ്യപ്പെട്ട് അതിനനുസരിച്ച് അദ്ദേഹം അത് മുഴുമിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയണു. പിന്നെ ചില വ്യാകരണ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചു. അങ്ങനെയൊക്കെ ഭർതൃഹരി ഒരുപാട് പേര് കേട്ട ആളായി. അങ്ങനെ ഈ ഗോവിന്ദസ്വാമി ഭർതൃഹരിയെ രാജാവായി അഭിഷേകം ചെയ്തിട്ട് തപസ്സിനായിട്ട് അദ്ദേഹവും വനത്തിലേക്ക് പോയി. മറ്റു പുത്രന്മാർക്കൊന്നും കൊടുക്കാതെ, രാജ്യം നൽകാതെ ഭർതൃഹരിക്ക് തന്നെ കൊടുത്തത് മൂത്ത പുത്രൻ ഭർതൃഹരി ആയിരുന്നു. അതുമാത്രമല്ല, സകല ശ്രേയസ്സുകൾക്കും കാരണഭൂതയായിരുന്ന ആ ശൂദ്രസ്ത്രീ ഉണ്ടല്ലോ, ആ ശൂദ്രസ്ത്രീ അങ്ങനെ അദ്ദേഹത്തെ രക്ഷിച്ചു. പിന്നെ ഇങ്ങനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ക്ഷത്രിയ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറ്റിയത്. അതിനൊക്കെ കാരണം ഈ ശൂദ്രസ്ത്രീയാണ് അല്ലേ. അപ്പോൾ അവളോട് കുറച്ച് കൂടുതൽ സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ പുത്രൻ എന്നുള്ള ആ ഒരു സ്നേഹവും ഉണ്ടായിരുന്നു. മറ്റു പുത്രന്മാരോടുള്ളതിനേക്കാളും സ്നേഹം ഈ ഭർതൃഹരിയോടുണ്ടായിരുന്നു. പിന്നെ അവർക്കുള്ളതിനേക്കാളും യോഗ്യതയും ഭർതൃഹരിക്കാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയണത്. അതുകൊണ്ടൊക്കെയാണ് രാജ്യഭരണം ഭർതൃഹരിക്ക് കൊടുത്തത് എന്ന് പറയുന്നു. അങ്ങനെ വനത്തിലേക്ക് തപസ് ചെയ്യാൻ പോയ ഗോവിന്ദസ്വാമി ഒരുപാട് കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ മോക്ഷം പ്രാപിച്ചു എന്നും പറയുന്നു. ചില ഐതിഹ്യമാല ഉണ്ടല്ലോ, ഐതിഹ്യമാലയിൽ ഭർതൃഹരി ആദ്യം തന്നെ നിത്യബ്രഹ്മചാരി ആയിരുന്നു എന്നും അതല്ല വിവാഹം കഴിച്ചിരുന്നു എന്നും ഒക്കെ പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞ കഥ ഞാൻ വേറെ എവിടുന്നോ വായിച്ചതാണ്, ഒരു പുസ്തകത്തിൽ നിന്ന്. ആ കഥയാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇനി ഭർതൃഹരിയെ പറ്റി കേൾക്കാം. അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വിരക്തനും സന്യാസിയും ഒരു സന്യാസി ഒരു ദിവസം ഒരു യോഗീശ്വരൻ ഭർതൃഹരിയുടെ ഗൃഹത്തിൽ വന്നു അത്രേ. ആ യോഗീശ്വരൻ ഇദ്ദേഹത്തിന് ഒരു മാമ്പഴം കൊടുത്തു. ഭർതൃഹരിയുടെ കയ്യിൽ കൊടുത്തിട്ട്, ഈ മാമ്പഴം തിന്നാൽ ജരാനരകളൊന്നും ഇല്ലാണ്ട് എന്നും ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞു അത്രേ. എന്നിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു അത്രേ. അപ്പോൾ യോഗി പോയതിൻ്റെ ശേഷം ഭർതൃഹരി ഇങ്ങനെ ആലോചിച്ചു, കുറച്ച് കാലം കഴിയുമ്പോൾ എൻ്റെ പത്നി വാർദ്ധക്യം ബാധിക്കും, ജരാനര ബാധിക്കും, കുറേ കഴിഞ്ഞ് മരിച്ചും പോകും. അപ്പോഴും ഞാനിങ്ങനെ ജരാനരയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ ഒരു കാര്യം? അവൾ മരിച്ചു പോയിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഈ മാമ്പഴം അവൾക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചു അത്രേ. അവൾ അങ്ങനെ എന്നും ജീവിച്ചിരിക്കട്ടെ. അത്രയും വാത്സല്യവും സ്നേഹവും ആയിരുന്നു ആ ഭാര്യയോട്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ആ മാമ്പഴം ഭാര്യയ്ക്ക് കൊടുത്തു. അതിൻ്റെ മാഹാത്മ്യം ഇന്ന പോലെയാണ് എന്നൊക്കെ അവളോട് പറയുകയൊക്കെ ചെയ്തു കേട്ടോ. ഭർതൃഹരി നല്ലോണം സ്നേഹിച്ച് ഒരു പതിവ്രത ശിരോമണിയാണ്, നല്ല പതിവ്രതയാണ് അവൾ എന്നായിരുന്നു ഭർതൃഹരിയുടെ വിചാരം. അതുകൊണ്ട് തന്നെ നല്ല സ്നേഹമായിരുന്നു. പക്ഷേ ആ സ്ത്രീക്ക്
ഈ ഭർതൃഹരിയോടുള്ളതിനേക്കാൾ സ്നേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു കുതിരക്കാരൻ ഉണ്ടായിരുന്നു, അശ്വപാലകൻ. അയാളോട് ഭർതൃഹരിയോടുള്ളതിനേക്കാൾ സ്നേഹമായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഈ മാമ്പഴം കയ്യിൽ കിട്ടിയപ്പോൾ അതിൻ്റെ മാഹാത്മ്യത്തെ പറ്റിയൊക്കെ അറിഞ്ഞപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു, എൻ്റെ ഈ കുതിരക്കാരൻ മരിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കണ എന്തിനാ എന്ന് വിചാരിച്ചിട്ട് അവൻ ഇങ്ങനെ എന്നും ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് ആ മാമ്പഴം ആരും അറിയാതെ ആ കുതിരക്കാരനെ വരുത്തി അവന് കൊടുത്തു. അതിൻ്റെ മാഹാത്മ്യത്തെയൊക്കെ പറ്റി ഒക്കെ പറയുകയും ചെയ്തു. ആ കുതിരക്കാരൻ വിചാരിച്ചു, എൻ്റെ ഭാര്യ മരിച്ചു പോയിട്ട് പിന്നെ ഞാൻ ഇരുന്നിട്ട് എന്താ കാര്യം, അവളിങ്ങനെ എന്നും ജീവിച്ചിരിക്കട്ടെ ജരാനരയൊന്നും ഇല്ലാതെ എന്ന് വിചാരിച്ചിട്ട് ആ കുതിരക്കാരൻ എന്ത് ചെയ്തു, അവൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു ഈ മാമ്പഴം. കുതിരക്കാരൻ്റെ ഭാര്യ ഭർതൃഹരിയുടെ വീട്ടിൽ വെച്ചാൽ ഗൃഹത്തിൽ അടിച്ചുതളിക്കാരിയായിരുന്നു. അപ്പോൾ അവളവിടെ ചെന്ന് അടിച്ചുതളിയൊക്കെ കഴിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോയ സമയത്താണ് ഈ കുതിരക്കാരൻ ഈ മാമ്പഴം അവൾക്ക് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ മാഹാത്മ്യത്തെ പറ്റി ഒക്കെ പറഞ്ഞു. അപ്പോൾ ഭർതൃഹരി പുറത്തെവിടെയോ പോയി തിരിച്ചു വരണ വഴിക്ക് ഇവൾ വീട്ടിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവളുടെ കയ്യിൽ കണ്ടു ഈ ഒരു മാമ്പഴം. അപ്പോൾ അത് എനിക്ക് യോഗി തന്ന് ഞാൻ ഭാര്യയ്ക്ക് കൊടുത്ത മാമ്പഴമാണല്ലോ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നിനക്ക് ഈ മാമ്പഴം എവിടുന്നാ കിട്ടിയേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഭർത്താവ് തന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭർതൃഹരി എന്നിട്ട് ഗൃഹത്തിൽ ചെന്നിട്ട് കുതിരക്കാരനെ വരുത്തി ആ മാമ്പഴം അവനെ എവിടുന്നാ കിട്ടിയേ എന്ന് അവനോട് ചോദിച്ചു. ആദ്യമൊക്കെ അവൻ കുറച്ച് നുണയൊക്കെ പറഞ്ഞെങ്കിലും ഒടുക്കം ഭർതൃഹരിയുടെ നിർബന്ധത്തിന് ഭീഷണിയൊക്കെ ചെയ്തു നുണ പറയുമ്പോൾ. അങ്ങനെ വാസ്തവം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭർതൃഹരിക്ക് വല്ലാത്ത വിഷമായി. കഷ്ടം, ഞാൻ ഇത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് ഇങ്ങനെ ഒരു കുലട സ്ത്രീയെയാണല്ലോ. സ്ത്രീകളെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഇവക്ക് ഇതുപോലെ വിരൂപനും തൻ്റെ ഭൃത്യനും ഒക്കെ ആയിട്ടുള്ള ഈ നീചനിലാണല്ലോ ഒരു അഭിനിവേശം ഉണ്ടായത്. ആശ്ചര്യമാണേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ഇവളുടെ ജാരനല്ലെങ്കിൽ പിന്നെ ഇവൾക്ക് അവനോട് ഇത്രയും സ്നേഹം തോന്നാനും ഇപ്പം ഈ മാമ്പഴം കൊടുക്കാനും ഒന്നും കാര്യമില്ലല്ലോ. ഏതായാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയണ്ട എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം കുതിരക്കാരനെ പറഞ്ഞയച്ചിട്ട് കിടപ്പുമുറിയിൽ പോയി ആലോചിച്ച് അങ്ങനെ കിടന്നു. കുതിരക്കാരൻ ഈ ഉണ്ടായ സംഗതിയെല്ലാം ഒരു ദാസി മുഖേന ഉടനെ ഭർതൃഹരിയുടെ ഭാര്യയെ അറിയിച്ചു. അപ്പോൾ ഭർതൃഹരിയുടെ ഭാര്യ പേടിച്ചു. തൻ്റെ വ്യാജപ്രവൃത്തികളെല്ലാം ഭർത്താവ് അറിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് വലിയ വ്യസനവും ഭയവും ഒക്കെ ഉണ്ടായി. അതുപോലെ ആ കുതിരക്കാരന് കഠിന ശിക്ഷയും അതുപോലെ ഒരു ചീത്തപ്പേരും ഒക്കെ ഉണ്ടാവും. ഇത് രണ്ടും ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ കഥ ഉടനെ കഴിക്കണം. ഇത് രണ്ടും കുതിരക്കാരനെ ശിക്ഷിക്കാനും പാടില്ല, ചീത്തപ്പേര് കേൾക്കാനും പാടില്ല. അതിന് വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ കഥ കഴിക്കണം എന്ന് നിശ്ചയിച്ച് ഉടനെ അവളൊരു വേഷം ചേർത്തിട്ട് ഒരു അപ്പം ഉണ്ടാക്കി കൊടുത്തു. ഭക്ഷണം തയ്യാറാവാൻ കുറച്ചും കൂടി താമസമുണ്ട്, വയറ് കായണ്ട, ഇത് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പലഹാരം ഭർതൃഹരിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഭർതൃഹരിക്ക് ബുദ്ധിയുള്ള ആളാണല്ലോ. അദ്ദേഹത്തിന് മനസ്സിലായി അങ്കനാജനത്തോളം ദുർബുദ്ധി വേറെ ആർക്കാ ഉള്ളത്, പെണ്ണുങ്ങളെക്കാളും ദുർബുദ്ധി വേറെ ആർക്കും ഇല്ല എന്നാണ് ഭർതൃഹരിയും പറയണത്. അപ്പോൾ ഭർതൃഹരി പലഹാരം കയ്യിൽ നിന്ന് വാങ്ങി. എന്നിട്ട് എന്നെ കൊല്ലാനായി വിഷം കൂട്ടി ഉണ്ടാക്കിയത് തന്നെ ആവണം, ഇനി ഇവളുടെ സഹവാസമൊക്കെ ഉപേക്ഷിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞ് 4 ആശ്രമങ്ങളുള്ളതിൽ ഏറ്റവും ഉത്തമവും സുഖപ്രദവും ദുഃഖം ഇല്ലാത്തതും ഒക്കെ ഉള്ളത് ചതുർത്ഥാശ്രമമാണ് എന്നാണ് പറയുന്നത്. അതിൽ പോയിട്ട് അതാണ് സന്യാസം. സന്യാസം സ്വീകരിക്കാം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു. ഓട്ടപ്പം വീട്ടേ ചുടും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണീറ്റിട്ട് പുറത്തു വന്നു. ആ പലഹാരം ആ വീടിൻ്റെ ഇറമ്പിൽ തിരികെ വെച്ചു അത്രേ. അദ്ദേഹം ഭിക്ഷ വാങ്ങി ഭക്ഷിക്കാനായി ഒരു ചട്ടി മാത്രം കയ്യിലെടുത്തിട്ട് പുറത്തിറങ്ങിപ്പോയി.
ഭർതൃഹരി ഈ വീടിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയ ഉടനെ അദ്ദേഹത്തിൻ്റെ പെരയ്ക്ക് തീ പിടിച്ചു അത്രേ. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഓട്ടപ്പം വീട്ടേ ചുടും എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. ആ വീട് മുഴുവനും തീ പിടിച്ച് സർവവും ഭസ്മായി എന്നാണ് പറയണത്. അതിനുശേഷം ഭർതൃഹരി സന്യാസിയായി ഭിക്ഷയെടുത്ത് ഭക്ഷണം കഴിച്ച് അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചു കൊടുക്കാം. ഭിക്ഷ യാചിച്ച് വാങ്ങി ഭക്ഷണം കഴിക്കുന്നതും ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് വല്ലവരും വല്ലതും കൊണ്ടുവന്ന് തന്നാൽ മാത്രമേ കഴിക്കുള്ളൂ എന്ന് വിചാരിച്ച് ചട്ടി ഉപേക്ഷിച്ചു. അങ്ങനെ നടന്നിട്ടാണ് ചിദംബരത്താണ് എന്നാണ് പറയണത്. ചിദംബരം ക്ഷേത്രത്തിൽ ചെന്നു. അവിടെ കിഴക്കേ ഗോപുരത്തിൽ പട്ടണത്ത് പിള്ള എന്ന് പ്രസിദ്ധനായിട്ടൊരു സന്യാസി ഉണ്ടായിരുന്നു അത്രേ. അതുകൊണ്ട് ഈ ഭർതൃഹരി പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അവിടെ പോയി തൻ്റെ ആദ്യം ചട്ടി ഉണ്ടായിരുന്നു, ചട്ടി മുമ്പിൽ വെച്ചിട്ട് അവിടെ ഇരുന്നു. ആ ചട്ടിയിൽ വല്ലവരും വല്ല ഭക്ഷണവും കൊണ്ടിട്ട് കൊടുത്താൽ മാത്രം ഭക്ഷിക്കും. അതില്ലെങ്കിൽ ആരും ഒന്നും കൊണ്ടുചെന്ന് കൊടുത്തില്ലെങ്കിൽ ഒന്നും ഭക്ഷിക്കുകയില്ല. അങ്ങനെ ഭക്ഷണം കൂടാതെ അദ്ദേഹം ഒരുപാട് ദിവസം കഴിച്ചു കൂട്ടാറുണ്ട് അത്രേ. അതിന് അദ്ദേഹത്തിന് വലിയ അസുഖമൊന്നും ഉണ്ടാവാറുമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്ത് ഒരു ഭിക്ഷക്കാരൻ വന്നിട്ട് അവിടെ കിഴക്കേ ഗോപുരത്തിൽ ചെന്നിട്ട് പട്ടണത്ത് പിള്ളയോട് ഭിക്ഷ യാചിച്ചു അത്രേ. അപ്പോൾ പട്ടണത്ത് പിള്ള പറഞ്ഞു, ഞാൻ തന്നെ പോലെ ഒരു ഭിക്ഷക്കാരനാണ്, തനിക്ക് തരുന്നതിന് എൻ്റെ കൈവശം എൻ്റെ യാതൊന്നുമില്ല. എന്നാൽ പടിഞ്ഞാറേ ഗോപുരത്തിൽ ഒരു ധനികൻ ഇരിപ്പുണ്ട്, അവിടെ ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം വല്ലതും തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ആ ഭിക്ഷക്കാരൻ പടിഞ്ഞാറേ ഗോപുരത്തിൽ പോയി ഭർതൃഹരിയുടെ അടുക്ക ചെന്ന് ഭിക്ഷ ചോദിച്ചു. അപ്പോൾ ഭർതൃഹരിയും പറഞ്ഞു, ഭിക്ഷ കൊടുക്കണതിന് എൻ്റെ കൈവശം യാതൊന്നുമില്ല, ഞാനും നിങ്ങളെപ്പോലെ ഒരു ഭിക്ഷക്കാരനാണ്, ദരിദ്രനാണ് എന്ന് പറഞ്ഞു. ഉടനെ ഭിക്ഷക്കാരൻ പറഞ്ഞു, അങ്ങ് വലിയ ധനവാനാണെന്ന് ആ കിഴക്കേ ഗോപുരത്തിലിരിക്കുന്ന ആൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ ചട്ടിയും വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പട്ടണത്ത് പിള്ള ഇങ്ങനെ പറഞ്ഞയച്ചത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വിരക്തന്മാരായി കഴിഞ്ഞാൽ പിന്നെ ഈ ചട്ടിയൊന്നും വെച്ചുകൊണ്ടിരിക്കണ്ട, അത് യുക്തിയല്ല, അനാവശ്യമാണ്. ഇങ്ങനെ ഒരു പാത്രം വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് അനാവശ്യമാണ്. വല്ലവരും വല്ലതും തന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് പിള്ള പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി. നല്ല ബുദ്ധിയുള്ള ആളാണല്ലോ. ഇനി ഇതിരുന്നിട്ട് ഒരു കാര്യമില്ല, ഇനി അങ്ങനെ ആരും പറയാനിടയാവരുതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ആ ചട്ടി എടുത്തൊരേറ് കൊടുത്തു. അങ്ങനെ ആ മൺപാത്രമായിട്ട് മണ്ണിൻ്റെ അല്ലേ ഉടഞ്ഞു പോയി. പിന്നെ ഭർതൃഹരി അങ്ങനെ ആജീവനാന്ത ആ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു എന്നാണ് പറയണത്. അദ്ദേഹത്തിൻ്റെ വിശിഷ്ട കൃതികളൊക്കെ എങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞത് ശതകത്രയം, പിന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം അവിടെ ഇരുന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ മുഴുവനും എന്നാണ് പറയുന്നത്. അപ്പോൾ വേറൊരു കഥയായിട്ട് അടുത്ത ദിവസം വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.